ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ നന്നാക്കിയാണ് ബസ് സിമുലേറ്റർ. ഇന്തോനേഷ്യയിൽ ഇന്നൊരു സ്ഥലത്ത് വരെ പോകുന്നുണ്ട്. അതിനാണ് നമ്മളിപ്പോൾ നമ്മളെ വയനാട് ബസ്സാണ് നമ്മൾ ഇന്നലെ പുതിയതായിട്ട് പൂജ ചെയ്തെടുത്തതാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അത് മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ക്ലിയർ ആയിരുന്നു, എൻ്റെ സൗണ്ട് കേൾക്കാനൊന്നും പറ്റിയില്ല. സം പ്രോബ്ലംസുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കീട്ടിലും എഡിറ്റ് ചെയ്യും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായിട്ട് വന്നേക്കുകയാണ്. നമ്മളിന്ന് ടൂർ വയനാട് ബസ്സിലാണ് പോകുന്നത്. നമുക്കെന്നാ വണ്ടി തുടങ്ങാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മൾ ആഗ്രഹം, സബ്സ്ക്രൈബ് ചെയ്യുക. ഭയങ്കര ഇരുട്ടാണ് വണ്ടി, വഴിയെത്തി നമുക്ക് മര്യാദയ്ക്കൊക്കെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. നമ്മളെ സുധീഷ് കിടിലമാണ് ഗൈസ്. ഇവിടെ തന്നെ ഒന്നും പറ്റിയില്ല. റോങ് സൈഡാണ് കയറിപ്പോകുന്നത്. ഞാൻ റോങ് സൈഡ് നമ്മളൊരു കടലുള്ള മറ്റേ ഫിഷിംഗ് മാർക്കറ്റിൽ കൊണ്ടുണ്ടായിരുന്നു. നമുക്കിന്ന് പ്രത്യേകിച്ച് വയനാട് ചുരം കയറാനാണ്. എനിക്ക് അത്ര സ്പീഡില്ല. തട്ടിയാ ഇല്ല തട്ടിയൊന്നുമില്ല. വേറെ എന്തോ സൗണ്ടാണ്. നമ്മൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് ഗൈസ്. വയനാട് ഇങ്ങനത്തെ വണ്ടി വേറെ വൈബാണ്. നമ്മളിപ്രാവശ്യം ഭയങ്കര നിയമങ്ങളൊക്കെ പാലിച്ചാണ് പോകുന്നത്. ഈ വരയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. എന്നാലും പുതിയ വണ്ടിയാണെന്നാലും നമ്മളെ ജയ്ഗുരുവിൻ്റെ അത്രയും സ്പീഡില്ല വണ്ടിക്ക്. തട്ടിയ ഇല്ലല്ലോ. ഇത് എവിടെന്നൊക്കെ സൗണ്ട് കേൾക്കണം വണ്ടിയിൽ. വണ്ടി തന്നെ പൊയ്ക്കോ, സീനില്ല. ഞാൻ വണ്ടി പോലീസൊന്നും നമ്മളെപ്പോൾ പിടിച്ചിട്ടില്ല. നമുക്ക് ഭയങ്കര ഡിസൈനൊന്നുമില്ല വണ്ടിക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണാടിയൊക്കെ നോക്കാം. അപ്പുറത്തെ കണ്ണാടിയിൽ വരും. ഓക്കെ അല്ലല്ലോ. ഓക്കെ, കറക്റ്റ് സമയം. ഞാൻ നിർത്തി പോകുന്നത്. അവർ പറഞ്ഞ 200 പോലെ അതുകൊണ്ട് ഏകദേശം നമ്മൾ 190 എത്തിക്കുന്നു. വണ്ടി സുഖമായി കൊണ്ടുപോകാൻ ഇന്നലെ ഇറക്കിയപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടാക്കി. എൻ്റെ ബോഡി രജിസ്റ്റർ പിടിച്ചില്ല. തട്ടി നമ്മൾ റോങ് സൈഡ് കയറി. ബ്രേക്ക് പോയി. ഗൈസ്, അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പുതിയതായിട്ട് ഇറക്കിയുണ്ട്, സ്പീഡില്ല. നമ്മൾ വയനാട് ബസ് കൊണ്ട് തന്നെ വയനാട് ചുരം കയറാൻ പോവുകയാണ്. കണ്ടറിയാം എന്ത് നടക്കുമെന്ന്. റോങ് സൈഡ് നമുക്ക് വിഷയമല്ല. അത് സിറ്റി, ഇതിപ്പം കാടാണ്. കാടിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കയറിപ്പോകും. അമ്മേ, ഒരു മിനിറ്റ്. ലൈറ്റ് ക്ഷമിക്കണം. തട്ടിയില്ല.
തട്ടിയില്ല. പോ വണ്ടി എടുക്കുമ്പോൾ ഓടി. സൈഡ് ഓക്കെ ഓക്കെ ഇവിടെ നിന്നൊക്കെ വണ്ടി സൈഡ് ഓടി. എന്തോ അയ്യോ എന്ത് പറ്റിയപ്പം വണ്ടി വരി ഒരു ചേട്ടാ ഒരു ചത്ത് പൊള്ളിഞ്ഞു. ഞാൻ എവിടെ വണ്ടി എടുത്താലും ഇതാണല്ലേ അവസ്ഥ. വയനാടനും ഇനിയത് ഒന്നും ഇനി വാച്ചവരടുത്ത് എന്ത് പറയുന്നു ഇനി. ഒന്നാതെ വണ്ടിക്ക് മര്യാദക്ക് തിരിക്കാൻ തട്ടാണ് വണ്ടി കിടന്ന് ചുമ്മാ. വയനാട് ചുരത്തിന് വയനാട് ബസ്. നമ്മൾ ഭയങ്കര പയ്യെ പോണ 80. എന്നിട്ടും എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഞാൻ 200 300 പോണ ബസ്സില്ല. എനിക്കത് വാങ്ങിക്കരുത്. ഉമ്മയെ ബോർഡൊക്കെ ഉമ്മയെ ഇടിച്ചു. വയനാട് ബസ്. ഇത് പുതിയ വണ്ടിയൊന്നുമില്ല. ഞാൻ ഒരാളെ കട്ടിച്ച് ഓട്ടിക്കാറുണ്ട്. ഇടീൻ്റെ പൂരമാണ്. എനിക്ക് വണ്ടിക്ക് ഒന്നാമത് സ്പീഡ് കുറവാണ്. ഞാൻ റോങ് സൈഡ് കയറി. അങ്ങേര് ചത്തു. പെട്രോളാണ്. വണ്ടി ശരിയാക്കണ കിടമ്പിൽ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വണ്ടി പിടിച്ച് പോയി. നോക്കട്ടെ. നോ പ്രോബ്ലം. ഇത് പുതിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പ്രാങ്ക് പറ്റുന്നൊന്നുമല്ല. ഈ വളയ്ക്കുന്ന പ്രോകളാണ്. ആ കണ്ണാടി അങ്ങ് അറ്റത്തുകൊണ്ടൊരു ഞാൻ എങ്ങനെ വേണം. ഇപ്പുറ സൈഡ് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാ. തട്ടിയില്ല. ഉമ്മയെ തട്ടി. പക്ഷെ വണ്ടിക്കൊരു നോ പ്രശ്നം. സ്പീഡില്ലെന്നേ ഉള്ളൂ. വണ്ടി ഒട്ടുമില്ല. വണ്ടിക്ക് നോ പ്രോബ്ലം അല്ലേ. നമുക്ക് ഈ നമ്പർ നിങ്ങൾക്ക് വണ്ടി പോകണമെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ മതി. MG ഡിസൈൻസ്. മൈജിയാണോ? ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയാണ്. ഡിസ്കോ പാർട്ടി ഉണ്ടോ? ഇടുക്കാച്ചി ഉള്ള സീറ്റുകളാണ്. നിങ്ങൾക്ക് വേറൊരിടത്തും കിട്ടും. ടയറൊക്കെ ഉണ്ടോ? പൊട്ടിയ അല്ല നല്ല ടയറാണ്. ഇത് വയനാട് ചെറിയ വണ്ടി കയറുമെന്നാണ്. പറക്കണല്ലോ വണ്ടി സ്പീഡില്ല. പൊട്ടിയുടെ വണ്ടി കയറി. വയനാട് ട്രാവൽ ഹബ്ബാണ്. നമ്മൾ വീട് 3 മാസമായി. കരച്ചിൽ ഓരോ മാസം വീട് എനിക്കുള്ള വേറെ നല്ല സമയം കിട്ടുന്നില്ല. എന്തോ പറഞ്ഞൊക്കെ പോയി. ചുരമൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും ചുമ്മാ ഇതൊക്കെ വെച്ചാൽ വെറുതെ വണ്ടിയൊക്കെ ചെന്നിട്ടിരിക്കും. വയനാട് ബസ്സിന് വയനാട് സീനില്ല. ഇവന്മാരൊക്കെയാണ് സീൻ. ഓട്ടക്കാരെ ഇടിച്ചിടിച്ച് എങ്ങനെ ചത്തു. ആ വണ്ടിയുണ്ട് എന്തൊരു ചത്തു. ബിഗ്ഗസ്റ്റ് ആക്സിഡൻറ്റ്. അയ്യോ അങ്ങനെ എന്നെ അടിക്കാൻ പറ്റും. വണ്ടി എടുക്കണം ആടുന്നു. വെറുതെ വണ്ടി ഇരിക്കണം. ചുമ്മാ കിടന്ന് കുലുങ്ങിപ്പോയതാണ്ട. സ്കിഡ് ഉണ്ട്.
അയ്യോ ഉമ്മേ വണ്ടി പറഞ്ഞു പ്രോ ഡ്രൈവർ ഇൻ ദ വേൾഡ് പ്രോ ഡ്രൈവർ ഇൻ ദ വേൾഡ് മറ്റേ ഈ ക്യാമറ വെച്ചാണെങ്കിൽ നോ സീൻ എൻ്റെ പാർട്ട് പെട്ടെന്ന് വരുന്നതാണ് പ്രോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു ഓഫ് റോഡ് കറക്റ്റുണ്ട് വണ്ടി ഏതെങ്കിലും ഉണ്ടോ പെട്ട് തീർന്നു എന്നാ കപ്പലുണ്ട് എന്തിനാണെന്തോ ഇത് ഗ്ലാസ് അടയ്ക്ക് തുറക്കാൻ ഇത് ഗ്ലാസ് അടിക്കാൻ നേരെ പറയാന് ഇതെന്തൊരു ഇത് തുറന്നൊരു പറ്റി വയനാട് ബസ് ഗോൺ പിന്നെ വണ്ടി നോക്കിയിട്ടും കാര്യമില്ല നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ പാർട്ടിട്ട് നമുക്ക് എടുക്കാം ഫോട്ടോ പോലീസിന് അയച്ചു കൊടുക്കാം പറ്റി ഇമാർക്ക് എന്തിനാണിത് അല്ല ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് പോലീസിലൂടെ ഇനി നമുക്ക് വേണ്ട നമ്മളെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്താൽ ലോകത്തിലെ എല്ലാത്തിനെയും ഇടിച്ചു വന്ന ബസ് അറസ്റ്റിൽ ഉടമ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്കിപ്പം വണ്ടി കാണാനില്ലല്ലേ ഞാൻ മാത്രം സൈഡിൽ കയറി നിൽക്കാം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ ഇവിടെ ഇവിടെ വെയിറ്റ് ഇനി നമ്മൾ വയനാട് ഇൻസ്റ്റാഗ്രാം ഇടാം ഓക്കെ സുഖമാണ് മച്ചന്മാരെ നമ്മളിപ്പോൾ വണ്ടി ഇടിച്ച് കളയാണ് ഇനി എല്ലാവർക്കും സുഖമാൻ്റെ ഒപ്പം സുശീലിനും ലവ് ആൻഡ് ബൈ സൈനിങ് ഔട്ട്.